ചേട്ടാ ഇന്നലെ നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറി സുഖം വന്നായിരുന്നു. അപ്പം നമ്മുടെ സംസ്ഥാന സമ്മേളനം മാർച്ച് 9-ാം തീയതി നടക്കുന്ന സമ്മേളനത്തിൽ പൊതുയോഗത്തിലും പ്രകടനത്തിലും ഒക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മളെയൊക്കെ ക്ഷണിക്കാൻ വന്നതാണ്. 30 വർഷത്തിന് ശേഷം കൂടുന്ന ഒരു സമ്മേളനമല്ലയോ, അപ്പൊ പിന്നെ പോകാതിരിക്കാൻ പറ്റുള്ളൂ. അന്ന് തന്നെയാണ് നമ്മുടെ അമ്പലത്തിലെ ഉത്സവം. എന്താ നമുക്ക് രാവിലെ അമ്പലത്തിൽ പോയി ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത് തൊഴുത്ത് മടങ്ങി വീട്ടിൽ വന്ന് ആഹാരവും കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം പ്രകടനത്തിനും പൊതുസമ്മേളനത്തിനും പങ്കെടുക്കാം. എന്താ രണ്ടാളിത് എവിടെ പോകുന്ന കാര്യം ഈ പറയുന്നേ? അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലേ ഈ സുഖമില്ലാത്ത അച്ഛനെയും കൊണ്ട് ഈ പൊതുസമ്മേളനത്തിനും പ്രകടനത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്? മോളെ, പഴയൊന്നും മറക്കരുത്. EMS സർക്കാരിൻ്റെ കാലത്ത് കിട്ടിയ മെച്ചഭൂമിയിലാണ് നമ്മൾ ഇന്നും താമസിക്കുന്നത്. നമുക്കൊന്നും വിദ്യാഭ്യാസം ചെയ്യാൻ സൗകര്യമില്ലാതിരുന്ന കാലം ഉണ്ടായിരുന്നു. സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടപ്പാക്കിയതുകൊണ്ടാണ് നീ ഇന്ന് പഠിച്ച് വലിയ എന്തൊക്കെ കാര്യം സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഒക്കെ ആയത് കേട്ടോ. അച്ഛൻ പറഞ്ഞത് ശരിയാ മോളെ. മോളെ, ഇന്നീ നാട്ടിൽ കാണുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉണ്ടാക്കിയതാണ്. എന്റെ അച്ഛൻ സഖാവിനെ ഒന്ന് ചുണ്ടെടുപ്പിക്കാൻ പറഞ്ഞല്ലേ ഞാൻ. പ്രകടനത്തിനും സമ്മേളനത്തിനും ഞാനും പങ്കെടുക്കും. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മാർച്ച് 9-ാം തീയതി നടക്കുന്ന പൊതുസമ്മേളനത്തിലും പ്രകടനത്തിലും ഞങ്ങൾ കുടുംബസമേതം ഉണ്ടാവും. നിങ്ങളും ഉണ്ടാവില്ലേ? വരിക സഖാവേ ചുവന്ന വാക്കിൻ അഭിവാദ്യം. ഉയരട്ടെ ഉയരട്ടെ ഉജ്ജ്വല സമര സഖാക്കൾ ചോരയിൽ മുക്കി ഉയർത്തിയ ചെങ്കൊടികൾ. ഉയരട്ടങ്ങനെ ഉയരട്ടെ ഉജ്ജ്വല സമര സഖാക്കൾ ചോരയിൽ മുക്കി ഉയർത്തിയ ചെങ്കൊടികൾ.